ആശാവർക്കർമാരുടെ സമര വിഷയത്തിൽ നിയമസഭ സ്തംഭിച്ചു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നൽകിയില്ല. വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിനിടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ തർക്കമുണ്ടായി. സ്പീക്കർ സർക്കാരിന്റെ കിങ്കരനാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 23-ാം ദിവസവും തുടരുന്നതിനിടെയാണ് വിഷയം വീണ്ടും സഭയിലെത്തിയത്. കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് ജോലി ചെയ്തവരാണ് ആശാവർക്കർമാരെന്നും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ. VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കാലത്ത് 300 രൂപയായിരുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 1000 രൂപയാക്കി. അന്ന് 1000 രൂപയാക്കുമ്പോ ആശാവർക്കർമാരുടെ പ്രവൃത്തി സമയം എത്രയാ സാർ? ആശാവർക്കർമാരുടെ പ്രവൃത്തി സമയം വെറും 3 മണിക്കൂർ മാത്രമാണ്. മാത്രമല്ല, ആ 3 മണിക്കൂറിന് ശേഷം അവർക്ക് എന്ത് ജോലിക്ക് വേണമെങ്കിലും പോകാം, മറ്റു വരുമാനങ്ങൾ നേടാം. എന്നാൽ ഇന്നതാണോ സാർ അവസ്ഥ? SUCIയുടെ നാവായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറുന്നത് നാണക്കേടെന്ന് ആരോഗ്യമന്ത്രി. ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമെന്നും വീണ ജോർജ്. പാലക്കാട് മെമ്പർ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ. പക്ഷേ SUCIയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഒരു ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നോ ചേഞ്ച് മേ ബി ഡൺ ഇൻ ദ ബേസിക് ക്രൈറ്റീരിയ ഓഫ് ആശ ബീങ് എ വുമൺ വോളണ്ടിയർ. നിലപാട് എന്താണ് സാർ? എന്താണ് കോൺഗ്രസിന്റെ നിലപാട് സാർ? SUCIയുടെ നിലപാടാണോ സാർ INTUCക്കുള്ളത്? അതെങ്കിലും പരിശോധിച്ചിട്ട് വരണ്ടേ സാർ പ്രമേയ അവതാരകൻ സാർ? ഇതിനുള്ള രാഹുലിന്റെ മറുപടി ഇങ്ങനെ. മന്ത്രി പോലും പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത്, ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട ആരോഗ്യ ഉപമന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ, ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിം ഇല്ലേ സാർ? സിക്കിമിൽ 10,000 രൂപയാണ് സാർ ഓണറേറിയം. ആ 10,000 രൂപ കേരളത്തിൽ കൊടുക്കുന്ന 7,000-ന് മുകളിലാണ് സാർ. ആരോഗ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം. മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം സാർ. കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവരോട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം പുരോഗമിക്കുന്നതിനിടെ സ്പീക്കറുടെ ഇടപെടൽ. സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല, അടുത്ത ബിസിനസ് വഴി പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. പിന്നാലെ പ്രതിപക്ഷ നേതാവും സ്പീക്കറുമായി തർക്കം. ഓർഡർ 11 മിനിറ്റായി. ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം കൊടുക്കാൻ പറ്റൂ. ആദ്യം തന്നെ ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സമയം കൊണ്ടേ പറ്റൂ. ഒടുവിൽ പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ ആൻസ്ലൻ, ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി ശ്രീ ആൻസ്ലൻ. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യം വിളി. ഏറ്റവും വലിയ പ്രശ്നം വാടകക്കാരായിട്ടുള്ള കച്ചവടം. പ്രതിപക്ഷ ബഹളത്തിനിടെ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. സ്പീക്കർ സർക്കാരിന്റെ കിങ്കരനായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സ്പീക്കർ ഒരിക്കലും ഒരു സ്പീക്കറും ആ കസേരയിലിരുന്ന ഒരു സ്പീക്കറും ചെയ്യാത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സർക്കാരിൻ്റെ ഒരു കിങ്കരനെ പോലെ സ്പീക്കർ ആ ചെയറിൻ്റെ ആ പദവിയെ നിസ്സാരമാക്കിക്കൊണ്ട് ആ പദവിയുടെ ഗൗരവം കളഞ്ഞുകൊണ്ടാണ് സ്പീക്കർ പ്രവർത്തിക്കുന്നത്. ആശാവർക്കർമാരുടെ സമരം UDF ഏറ്റെടുക്കുമെന്നും തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു. നിയമസഭയിൽ നിന്നും അമൽ തേനംപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.